ഇനി നമുക്ക് ചില Q3 റിസൾട്ടിലോട്ട് കടക്കാം. ഇന്നൊരു മാർക്കറ്റിനെ സംബന്ധിച്ച് സെക്കൻഡ് സെഷനിൽ നമുക്ക് ചില Q3 റിസൾട്ടുകൾ ലഭ്യമായിട്ടുണ്ട്. അതിൽ ആദ്യം പറയാനുള്ളത് BHEL ആണ്, ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ്. ഏതായാലും നിരാശപ്പെടുത്തുന്ന ഒരു പ്രകടനമാണ് കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം അനുമാനങ്ങളെ മീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അനുമാനങ്ങൾക്ക് തുയരാൻ കമ്പനിക്ക് കഴിഞ്ഞില്ല എന്നാണ് ഓവറോൾ ഒരു റിസൾട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വരുമാനത്തിൽ നോക്കുമ്പോൾ 16.4% വാർഷിക വളർച്ച രേഖപ്പെടുത്താൻ BHELന് സാധിച്ചു. വരുമാനം 8,473 കോടി രൂപയാണ് രേഖപ്പെടുത്തിയത്. ഏതായാലും ഒരു മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു വരുമാനം വെച്ച് നോക്കുമ്പോൾ അതിൽ നിന്നും കുറഞ്ഞൊരു കണക്കാണ് ഇത്തവണ BHELൻ്റെ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഒരു Q3യിൽ രേഖപ്പെടുത്താൻ സാധിച്ചത്. എബിറ്റ നോക്കുമ്പോൾ 79% വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. എബിറ്റ ഇപ്പോൾ 546 കോടിയായിട്ടാണ് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. എബിറ്റ മാർജിൻ 6.4% ഉയർന്നിട്ടുണ്ട്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിലോട്ട് വരുമ്പോൾ 390 കോടി രൂപയാണ് രേഖപ്പെടുത്താൻ സാധിച്ചത്. മറ്റു വരുമാനത്തിലെ വളർച്ചയാണ് പ്രധാനമായിട്ടും ഈ ഒരു നെറ്റ് പ്രോഫിറ്റിൽ പ്രതിഫലിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ അതർ അല്ലെങ്കിൽ മറ്റ് പ്രോഫിറ്റ് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ഓൾമോസ്റ്റ് ഒരു ഇരട്ടി ഒരു വളർച്ച രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു ട്രേഡിംഗ് BHELൻ്റെ എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. BHELനെ സംബന്ധിച്ച് ഇപ്പോൾ മാർക്കറ്റിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന 1% അടുത്തേക്കൊരു ഇടിവ് രേഖപ്പെടുന്ന നിലയിലാണ് ഇന്നത്തെ ഒരു ട്രേഡിംഗ് നടക്കുന്നതായിട്ട് കാണുന്നത്. 263 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ BHEL ട്രേഡിംഗ് നടക്കുന്നത്. നമ്മൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ട്രെൻഡ് വീക്ക്ലി ട്രെൻഡിൽ ഷോർട്ട് ടൈം നോക്കുമ്പോഴും സ്ലൈറ്റ്ലി ബിയറിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഏതായാലും ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് എടുത്തു പറയേണ്ടത് മന്ത്ലി ട്രേഡിങ്ങിലോട്ട് വരുമ്പോൾ കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓഹരിയിൽ സെപ്റ്റംബറിന് ശേഷം തുടർച്ചയായ ഒരു 3 മാസം ഒരു 4 മാസത്തോളം ഒരു നേട്ടം രേഖപ്പെടുത്താൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു മാസത്തിലോട്ട് വരുമ്പോൾ ആ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനെയൊക്കെ തുടർന്ന് ആ ഒരു നേട്ടത്തിനെയൊക്കെ തുടർന്ന് തന്നെ ഇപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമുക്ക് ഓവറോൾ ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ തന്നെ ഒരു ലോങ് ടൈം ട്രെൻഡ് നോക്കുമ്പോൾ മാർച്ചിന് ശേഷം ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ഓഹരിയിൽ തുടരുന്നുമുണ്ട്.